വിഷാദത്തിന്റെ മുഖത്ത് തെളിഞ്ഞ ചോരത്തുള്ളി പോലെ ചെന്നൈ മഴയിൽ കുതിർന്നു നിന്ന ഒരു പകൽ. തെന്നിന്ത്യയുടെ ചലച്ചിത്ര നഗരത്തിൽ അന്നും ചിത്രീകരണ തിരക്കുകൾക്ക് മുടക്കമുണ്ടായില്ല. അതിലൊരു സിനിമ കോളിളക്കമായിരുന്നു. മധുവും ജയനും സോമനും സുകുമാരനും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം. ക്ലൈമാക്സ് രംഗങ്ങളാണ് ഇനി തീരാനുള്ളത്. രാവിലെ 7-ന് ഷോളവാരത്തെ എയർ സ്ട്രിപ്പിൽ ഷൂട്ടിംഗ് തീരുമാനിച്ചു. എന്നാൽ മഴ വിലങ്ങുതടിയായി. അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയുടെ പീരുമേഡിലെ ലൊക്കേഷനിൽ നിന്ന് മദ്രാസിലെത്തിയ ജയൻ പാങ്ക്രോവ് ഹോട്ടലിലായിരുന്നു താമസം. റൂം നമ്പർ 407. കനത്ത മഴയൊന്ന് കുറഞ്ഞപ്പോൾ രാവിലെ 9 മണിയോടെ ജയൻ തന്റെ ഫിയറ്റ് കാറിൽ ലൊക്കേഷനിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും മഴയുടെ നനവും വെളിച്ചം കുറഞ്ഞ അന്തരീക്ഷവും ചെന്നൈ നഗരത്തിനുമേൽ ഒരു മറ പോലെ തിങ്ങുകയായിരുന്നു. 10:30 ജയൻ ഷോളവാരത്തെ ലൊക്കേഷനിലെത്തി. അപ്പോഴേക്കും സംവിധായകൻ PN സുന്ദരവും സഹപ്രവർത്തകരും ചേർന്ന് അന്ന് പകർത്തേണ്ട സീനുകളും ഷോട്ടുകളും ഉറപ്പിച്ചു. ജോലികൾ തുടങ്ങി. സംഘട്ടനം ഷോളവാരം തടാകത്തിന് സമീപത്തും ജയൻ ബാലൻ കെ നായരും സുകുമാരനും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സാഹസികമായ ഹെലികോപ്റ്റർ രംഗങ്ങൾ എയർ സ്ട്രിപ്പിലും ചിത്രീകരിക്കാനായിരുന്നു ധാരണ. ജയൻ എത്തിയതോടെ കാര്യങ്ങൾ തകൃതിയായി. മഴ മാറി നിൽക്കുന്ന സമയത്തിനുള്ളിൽ പണി തീർക്കണം, ഇല്ലെങ്കിൽ വീണ്ടും വൈകും. ജയന് വിശക്കുന്നുണ്ടായിരുന്നു. ലൊക്കേഷനിലെ മെസ്സിന്റെ ചുമതലയുള്ളവർ ബിസ്ക്കറ്റ് നൽകി. അതും കഴിച്ച് അദ്ദേഹം ഷോട്ടിന് റെഡിയായി. സുകുമാരൻ നിയന്ത്രിക്കുന്ന ബൈക്കിന് പിന്നിൽ കയറി നിന്ന് ബാലൻ കെ നായർ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് ലെഗിൽ ജയൻ പിടിച്ചു കയറുന്നതാണ് രംഗം. എല്ലാം തയ്യാർ. ക്യാമറമാൻ ഫോക്കസ് ഉറപ്പിച്ചു. സംവിധായകൻ ആക്ഷൻ പറഞ്ഞതും ജയൻ ബൈക്കിന് പിന്നിൽ കയറി നിന്ന് ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് ലെഗിൽ പിടിച്ചു കയറി ബാലൻ കെ നായരുമായി മൽപ്പിടുത്തം ആരംഭിച്ചു. കുഴപ്പമൊന്നുമില്ലാതെ ഈ രംഗം പകർത്തി. ടേക്ക് ഓക്കെ. സംവിധായകനും ക്യാമറാമാനും ഹാപ്പി. എന്നാൽ ജയൻ തന്റെ പ്രകടനത്തിൽ തൃപ്തനായില്ല. ഒരിക്കൽ കൂടി എടുക്കാമെന്നായി അദ്ദേഹം. റീടേക്ക്. ഉച്ചകഴിഞ്ഞ് 2:35. ജയൻ വീണ്ടും ബൈക്കിന് പിന്നിൽ കയറി നിന്ന് ലാൻഡിംഗ് ലെഗിൽ പിടിച്ചതും ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതിന്റെ ഗതി മാറി. ജയനെയും ചേർത്ത് നിലത്തടിച്ചു വീണു. ഒരു നിമിഷം ലൊക്കേഷനിലാകെ ഒരു നടുക്കം പടർന്നു. അതൊരു നിലവിളിയിലേക്ക് കയറും മുമ്പേ ഹെലികോപ്റ്റർ വീണ്ടും പൊങ്ങിയെങ്കിലും കുറെ അകലത്തെത്തി വീണ്ടും താഴെ വീണു. അതിന്റെ ഒടിഞ്ഞ ഫാൻ ജയന്റെ തലയിൽ അടിച്ചിരുന്നു. ഉടൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കല്ലിയൂർ ശശി ജയനുമായി ഒരു കാറിൽ ആശുപത്രിയിലേക്ക് പാഞ്ഞു. എങ്കിലും കനത്ത മഴ വില്ലനായി. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ഏറെ വൈകി. അടിയന്തര ഓപ്പറേഷൻ നടത്തിയെങ്കിലും മലയാളത്തിന്റെ പ്രിയ താരത്തെ മരണം കവർന്നിരുന്നു. വൈകുന്നേരം 6 മണിയോടെ ഔദ്യോഗിക അറിയിപ്പെത്തി. നടൻ ജയൻ മരണപ്പെട്ടു. വാർത്ത വരുന്നതോടെ ആശുപത്രിയിലേക്ക് സിനിമാ പ്രവർത്തകരും ആരാധകരും ഒഴുകിയെത്തി. മഴ കലിതുള്ളിപ്പതിഞ്ഞ ആ സന്ധ്യ ഒരു വലിയ വിലാപം പോലെ തരിച്ചു നിന്നു. കേരളത്തിലേക്കും വാർത്തയെത്തി. മലയാളികൾ ഒന്നാകെ ഒരു വലിയ സങ്കടത്തുള്ളി പോലെ ഉറഞ്ഞുരഞ്ഞ നിമിഷം. പിറ്റേന്നായിരുന്നു പോസ്റ്റ്മോർട്ടം. വിലാപയാത്രയായി എയർപോർട്ടിലെത്തിച്ച മൃതദേഹം വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് ജയന്റെ നാടായ കൊല്ലത്തേക്കും കൊണ്ടുവരികയായിരുന്നു. അപ്പോഴേക്കും കൊല്ലം തേവള്ളിയിലെ അദ്ദേഹത്തിന്റെ വീടും പരിസരവും ജനസമുദ്രമായിരുന്നു. നേവി ഓഫീസറായ കൃഷ്ണൻ നായരിൽ നിന്ന് ജയൻ എന്ന താര പരിവേഷത്തിലേക്കുള്ള ഒരു ചടുല മുന്നേറ്റത്തിന്റെ വേദനാനിർഭരമായ അന്ത്യം. പ്രശസ്തിയുടെയും താരപ്രൗഢിയുടെയും ഉയരത്തിൽ നിൽക്കെയായിരുന്നു 41-ാം വയസ്സിൽ ജയന്റെ മടക്കം. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോഴും പലർക്കും വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ആയിട്ടില്ലെന്നതാണ് സത്യം. 1972 പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിൽ തുടങ്ങി 1980 കോളിളക്കത്തിൽ അവസാനിച്ച 8 വർഷത്തെ സിനിമാ ജീവിതം. ആ നായക വിജയങ്ങൾ ഇനിയും ആവർത്തിക്കേണ്ടതില്ലല്ലോ. ജയൻ മരിച്ച് 4 ദിവസത്തിന് ശേഷം നവംബർ 21-ന് അദ്ദേഹം നായകനായ മൂർഖൻ റിലീസായി. ജോഷിയായിരുന്നു സംവിധാനം. പിന്നീട് ജയന്റെ അന്ത്യയാത്രയുടെ ദൃശ്യങ്ങൾ മൂർഖനോട് ചേർത്ത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. ജയന്റെ മരണശേഷം അതൊരു കൊലപാതകമാണെന്ന തരത്തിൽ പടർന്ന അഭ്യൂഹങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. സിനിമാ രംഗത്തുള്ള പല പ്രമുഖരും കള്ളക്കഥകളിൽ പ്രതിസ്ഥാനത്തെത്തി. ജയൻ മരിച്ചിട്ടില്ലെന്നും അമേരിക്കയിൽ ഒളിച്ചു ജീവിക്കുന്നുവെന്നും കഥകൾ പരന്നു. പലരും ഇത്തരം പ്രചരണങ്ങൾ ഊതി വലുതാക്കി പുസ്തകങ്ങളും എഴുതി. ജയന്റെ മരണശേഷം തിയേറ്ററുകളിലെത്തിയ അദ്ദേഹം നായകനായ ചിത്രങ്ങളിൽ പലതും വലിയ വിജയങ്ങളായതും മറക്കാവുന്നതല്ല. ജയൻ പോയതോടെ പെട്ടെന്നുണ്ടായ ഒരു ശൂന്യതയെ മറികടക്കാൻ അദ്ദേഹത്തെ രൂപത്തിലും ശബ്ദത്തിലും ചലനങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ അനുകരിച്ച് പലരും സിനിമാ രംഗത്തെത്തിയിരുന്നു. അതിൽ ജയന്റെ അനിയൻ അജയനും നടൻ ഭീമൻ രഘുവുമൊക്കെയുണ്ട്.
എന്നാൽ ഏറെക്കാലമൊന്നും ആ അനുകരണങ്ങൾക്ക് ആയുസ്സുണ്ടായില്ല. ഇപ്പോഴും ജയൻ ഒരു താരബിംബമാണ്. ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും സൗന്ദര്യവും ഒത്തിണങ്ങിയ നായക പ്രൗഢി. പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത സൂപ്പർ സ്റ്റാർ.